ഏവർക്കും നമസ്കാരം. അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഭൂപ്രകൃതിയിൽ ഉപദ്വീപീയ പീഠഭൂമിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയെ പ്രധാനമായിട്ടും നമുക്ക് തരംതിരിക്കാം. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കുവശത്തെ വിളിക്കുന്ന പേരാണ് മധ്യമേടുകൾ. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്കുവശത്തെ വിളിക്കുന്ന പേരാണ് ഡെക്കാൻ പീഠഭൂമി. മെയിൻ പീഠഭൂമിയിൽ നിന്ന് വിഭജിച്ച കിഴക്ക് വശത്തേക്ക് വ്യാപിച്ചു കിടക്കുന്ന പീഠഭൂമി പ്രദേശത്തെ വടക്ക് കിഴക്ക് പീഠഭൂമി എന്ന് വിളിക്കുന്നു. ഇതില് മധ്യമേടുകൾ എന്ന് പറയുന്ന ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ട് ഡെക്കാൻ പീഠഭൂമിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്കുവശത്തെ, ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്ന ഭൂപ്രദേശത്തിന്റെ തെക്കുവശത്തെ വിളിക്കുന്ന പേരാണ് ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത്. ഡെക്കാൻ പീഠഭൂമിയെ പറ്റി പറയുമ്പോൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട വസ്തുത, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ലഡാക്ക് പീഠഭൂമിയാണ്. ലഡാക്ക് പീഠഭൂമിയാണ്. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹിമപീഠഭൂമി, ഹിമം എന്ന് പറഞ്ഞാൽ മഞ്ഞാണ്, മഞ്ഞിന്റെ പീഠഭൂമി ഏതെന്ന് ചോദിച്ചാൽ അത് സിയാച്ചിനാണ്. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹിമപീഠഭൂമി സിയാച്ചിനാണ്. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ലഡാക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ചോദിച്ചാൽ അതിന്റെ ആൻസർ ഡെക്കാൻ പീഠഭൂമിയാണ്. ഇനിയും ഈ ഡെക്കാൻ പീഠഭൂമിയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മണ്ണ് കറുത്ത മണ്ണാണ്. ഡെക്കാൻ പീഠഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കറുത്ത മണ്ണാണ്. ഡെക്കാൻ പീഠഭൂമി ഒരു ലാവാ പീഠഭൂമിക്ക് ഉദാഹരണമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ലാവാ പീഠഭൂമികളിൽ ഒന്ന് തന്നെയാണ് ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത്. ദ ക്യൂൻ ഓഫ് ഡെക്കാൻ, ഡെക്കാന്റെ റാണി എന്നറിയപ്പെടുന്ന നഗരമാണ് മഹാരാഷ്ട്രയിലെ പൂനെ അറിയപ്പെടുന്ന പേരാണ് ഡെക്കാന്റെ റാണി എന്ന് പറയുന്നത്. ഇനിയും ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറ് വശത്തായിട്ട് അറബിക്കടലിന് സമാന്തരമായിട്ട് കിടക്കുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് വശത്തായിട്ട് ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയെ പൂർവ്വഘട്ടം എന്ന് പറയുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറ് വശത്തായിട്ട് പശ്ചിമഘട്ടവും ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് വശത്തായിട്ട് പൂർവ്വഘട്ടവും സ്ഥിതി ചെയ്യുന്നു. ഇനി നമുക്ക് മറ്റൊരു ഭാഗത്തിലേക്ക് പോവാം. ഡെക്കാൻ ട്രാപ്പ്. എന്താണ് ഡെക്കാൻ ട്രാപ്പ് മേഖല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട്, അപ്പോൾ നമുക്ക് ഏകദേശം എന്തായി ഒരു ഭാഗം എടുക്കാം. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ലാവാശിലകൾക്ക് അപക്ഷയം സംഭവിച്ച കറുത്ത മണ്ണ് കാണപ്പെടുന്ന ഭൂപ്രദേശത്തെ വിളിക്കുന്ന പേരാണ് ഡെക്കാൻ ട്രാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെക്കാൻ ട്രാപ്പ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ലാവാശിലകൾക്ക് അപക്ഷയം സംഭവിച്ച കറുത്ത മണ്ണ് കാണപ്പെടുന്ന ഭൂപ്രദേശത്തെ വിളിക്കുന്ന പേരാണ് ഡെക്കാൻ ട്രാപ്പ് എന്ന് പറയുന്നത്. ഇനി അവിടുന്ന് മറ്റൊരു രീതിയിൽ ചോദിക്കാം, ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ ഏതെല്ലാമാണ്? ആഗ്നേയശിലകളിൽ ബസാൾട്ട് ശിലകളാണ്. ആഗ്നേയശിലകളിൽ ഏതുതരം ശിലകളാണ് എന്ന് ചോദിച്ചാൽ ബസാൾട്ട് എന്ന് പറയുന്ന ആഗ്നേയശിലയാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഇന്ന് നമുക്ക് പശ്ചിമഘട്ടത്തെ പറ്റി കുറച്ചു കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മുന്നോട്ട് പോവാം. പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്നത് ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ്. അറബിക്കടലിന് സമാന്തരമായിട്ട്, ഇവിടെയാണ് അറബിക്കടൽ സ്ഥിതി ചെയ്യുന്നത്. അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. പശ്ചിമഘട്ടം ഗുജറാത്ത് മുതൽ, സ്റ്റേറ്റ് ആണെങ്കിൽ ഗുജറാത്ത് മുതൽ തമിഴ്നാട് വരെ വ്യാപിച്ചു കിടക്കുന്നു. അല്ലെങ്കിൽ ഗുജറാത്തിലെ നർമ്മദ താപ്തി താഴ്വരകൾ മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. പശ്ചിമഘട്ടത്തിന്റെ നീളം എന്ന് പറയുന്നത്, പശ്ചിമഘട്ടം എത്ര കിലോമീറ്റർ ആണ് വ്യാപിച്ചു കിടക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1600 കിലോമീറ്റർ ആണ്. പശ്ചിമഘട്ടം 1600 കിലോമീറ്റർ ആണ് പശ്ചിമഘട്ടം വ്യാപിച്ച് കിടക്കുന്നത്. ഇനി പശ്ചിമഘട്ടത്തെ പറ്റി പറയുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും, സൗത്ത് ഇന്ത്യയിലെ അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു പർവ്വതനിരയാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ഹിമാലയത്തെ
പശ്ചിമഘട്ടത്തെ പറ്റി പറയുമ്പോൾ പറയാറുണ്ട്, ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു പർവ്വത നിരയാണ് ഹിമാലയം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് പറയാം, ഇന്ത്യൻ ഉപദ്വീപിന്റെ അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിലെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ എല്ലാം കാലാവസ്ഥയെ സ്വാധീനിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു പർവ്വത നിരയാണ് പശ്ചിമഘട്ടം. പശ്ചിമഘട്ടം പ്രധാനമായിട്ടും 6 സംസ്ഥാനങ്ങളിലൂടെയാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്നത്. പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്. ഇങ്ങനെ 6 സംസ്ഥാനങ്ങളിലായിട്ട് എത്ര കിലോമീറ്റർ ആണ് നമ്മൾ പറഞ്ഞത്? 1600 കിലോമീറ്റർ. 1600 കിലോമീറ്റർ ആണ് പശ്ചിമഘട്ടത്തിന്റെ നീളം എന്ന് പറയുന്നത്. ഈ 6 സംസ്ഥാനങ്ങളിൽ പശ്ചിമഘട്ടം ഏറ്റവും കൂടുതൽ കടന്നു പോകുന്ന സംസ്ഥാനമാണ് കർണാടക എന്ന് പറയുന്നത്. പശ്ചിമഘട്ടം ഏറ്റവും കൂടുതൽ കടന്നു പോകുന്ന സംസ്ഥാനം കർണാടകയാണ്. പശ്ചിമഘട്ടം ഏറ്റവും കുറവ് കടന്നു പോകുന്ന സംസ്ഥാനം നിങ്ങൾക്കറിയാം ഏത് തന്നെയാണ്? ഗോവയാണ്. പശ്ചിമഘട്ടം ഏറ്റവും കുറവ് കടന്നു പോകുന്ന സംസ്ഥാനം ഗോവയും പശ്ചിമഘട്ടം ഏറ്റവും കൂടുതൽ കടന്നു പോകുന്ന സംസ്ഥാനം കർണാടകയുമാണ്. പശ്ചിമഘട്ടത്തിന്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 1200 മീറ്റർ ആണ്. പശ്ചിമഘട്ടത്തിന്റെ ശരാശരി ഉയരം എത്രയാണ് ചോദിച്ചാൽ 1200 മീറ്റർ ആണ്. എന്നാൽ കേരളത്തിലെ ശരാശരി ഉയരം ആരുടേതാണ്? പശ്ചിമഘട്ടത്തിന്റേതാണ്. കേരളത്തിലെ ശരാശരി ഉയരം 900 മീറ്റർ ആണ്. കേരളത്തിലെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 900 മീറ്റർ ആണ്. ഇനി പശ്ചിമഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് മറ്റൊരു പോയിന്റ് കൂടെ നമുക്ക് പറയാനുണ്ട്. വടക്ക് വശത്ത് നിന്ന് തെക്ക് വശങ്ങളിലേക്ക് വരുന്തോറും പശ്ചിമഘട്ട പർവ്വത നിരകളുടെ ഉയരത്തിനുണ്ടാവുന്ന മാറ്റം എന്താണ്? വടക്ക് വശത്ത് നിന്ന് തെക്ക് വശങ്ങളിലേക്ക് വരുന്തോറും പശ്ചിമഘട്ട പർവ്വത നിരകളുടെ ഉയരത്തിലുണ്ടാവുന്ന മാറ്റം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉയരം വർദ്ധിച്ചു വരുന്നു. പശ്ചിമഘട്ടത്തിന്റെ ഉയരം വർദ്ധിച്ചു വരുന്നു വടക്ക് വശത്ത് നിന്ന് തെക്ക് വശങ്ങളിലേക്ക് വരുന്തോറും. ഇനിയും പശ്ചിമഘട്ടത്തിന്റെ വടക്ക് ഭാഗത്തെ, അതായത് ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ തുടങ്ങിയ പ്രദേശങ്ങളിലെ ആ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് സഹ്യാദ്രി എന്ന് വിളിക്കും. പശ്ചിമഘട്ടത്തിന്റെ വടക്ക് വശത്തെ വിളിക്കുന്ന പേരാണ് സഹ്യാദ്രി. സഹ്യാദ്രി എന്ന വാക്കിന്റെ അർത്ഥം സഹനത്തിന്റെ പർവ്വതം എന്നാണ്. പർവ്വതമാണ് സഹ്യാദ്രി. പശ്ചിമഘട്ടത്തിന്റെ വടക്ക് വശത്തെ വിളിക്കുന്ന പേരാണ് സഹ്യാദ്രി എന്ന് പറയുന്നത്. പശ്ചിമഘട്ടത്തിന്റെ തെക്ക് വശത്തെ 2 രീതിയിൽ വിശേഷിപ്പിക്കാറുണ്ട്. കേരളത്തിൽ വിളിക്കുന്ന പേരാണ് സഹ്യപർവ്വതം. കേരളത്തിൽ അറിയപ്പെടുന്ന പേരാണ് പശ്ചിമഘട്ട പർവ്വത നിരകൾ. കേരളത്തിൽ അറിയപ്പെടുന്ന പേര് സഹ്യപർവ്വതം എന്ന പേരിലാണ്. എന്നാൽ തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന പേരാണ് നീലഗിരി മലനിരകൾ. തമിഴ്നാട്ടിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്ന പേരാണ് നീലഗിരി മലനിരകൾ എന്ന് പറയുന്നത്. ഇനി പശ്ചിമഘട്ടത്തിന്റെ റാണി എന്നറിയപ്പെടുന്ന സസ്യമാണ് നീലക്കുറിഞ്ഞി. പശ്ചിമഘട്ടത്തിന്റെ റാണി എന്നറിയപ്പെടുന്ന സസ്യം നീലക്കുറിഞ്ഞിയാണ്. പശ്ചിമഘട്ടത്തിന്റെ റാണി എന്നറിയപ്പെടുന്ന ഹിൽ സ്റ്റേഷൻ, പശ്ചിമഘട്ടത്തിന്റെ റാണി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രമാണ് ഊട്ടി എന്ന് പറയുന്നത്. പശ്ചിമഘട്ടത്തിന്റെ റാണി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ആൻസർ ഏതാണ്? ഊട്ടിയാണ്. ഇനി മറ്റൊരു പോയിന്റിലേക്ക് പോവാം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ നഗരം, പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ നഗരം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മഹാരാഷ്ട്രയിലെ പൂനെയാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ നഗരം മഹാരാഷ്ട്രയിലെ പൂനെയാണ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. പശ്ചിമഘട്ടം ഒരുപാട് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളുള്ള ഒരു പർവ്വത നിരയാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള പർവ്വത നിരയാണ്. ഹിമാലയമല്ല, വിന്ധ്യാപർവ്വതമല്ല, സത്പുര പർവ്വതമല്ല, ഏതാണ്? പശ്ചിമഘട്ടമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള പർവ്വത നിരയാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. കേരളത്തിലെ നദികളെല്ലാം തന്നെ, കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. കേരളത്തിൽ മാത്രമല്ല, തെക്കേ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികളായിട്ടുള്ള ഗോദാവരി, കൃഷ്ണ, കാവേരി തുടങ്ങിയ നദികളും പശ്ചിമഘട്ടത്തിൽ നിന്ന് തന്നെ ഉത്ഭവിക്കുന്ന നദികളാണ്. ഇനി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ മൂന്നാർ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമുടിയാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്നത് ദേവികുളം താലൂക്കിലാണ്. മൂന്നാർ പഞ്ചായത്തിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ആനമുടിയുടെ ഉയരം ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആനമുടിയുടെ ഉയരമാണ് 2695 മീറ്റർ. 2695 മീറ്റർ ആണ് ആനമുടിയുടെ ഉയരം. എന്താണ് ആനമുടിയുടെ പ്രത്യേകത?
ആനമുടിയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ആനമുടിയാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ആനമുടിയാണ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ആനമുടിയാണ് ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത്. ഇനി പശ്ചിമഘട്ടത്തില് ആകെ എത്ര ചുരങ്ങളുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പശ്ചിമഘട്ടത്തിലെ പാസുകളുടെ എണ്ണമാണ് 16 ചുരങ്ങൾ. പശ്ചിമഘട്ടത്തിലെ ആകെ ചുരങ്ങളുടെ എണ്ണമാണ് 16 ചുരങ്ങളാണ് പശ്ചിമഘട്ടത്തിലുള്ളത്. അതിൽ ഏറ്റവും വലിയ ചുരമാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിലുള്ള ചുരങ്ങളിൽ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണ്. പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം എന്ന് പറയുന്നത്. പശ്ചിമഘട്ടം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. ആ ഇടം നേടിയ ഡേറ്റ് ആണ് 2012 ജൂലൈ മാസം 1-ാം തീയതി. 2012 ജൂലൈ മാസം 1-ാം തീയതിയാണ് പശ്ചിമഘട്ടം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയത് എന്നുള്ള കാര്യം ഓർത്തുവെച്ചേക്കുക. പശ്ചിമഘട്ടത്തിന്റെ പാരിസ്ഥിതിക ആഘാതങ്ങളെ പറ്റി പഠിക്കാനായി നിയമിക്കപ്പെട്ട കമ്മീഷനാണ് ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ അധ്യക്ഷനായിട്ടുള്ള കമ്മീഷൻ. 2011 ഓഗസ്റ്റ് മാസം 31-ാം തീയതിയാണ് 2011 ഓഗസ്റ്റ് മാസം 31-ാം തീയതിയാണ് ഈ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഇതിനെ റിവ്യൂ ചെയ്യാൻ വേണ്ടി ഡോക്ടർ കസ്തൂരി രംഗൻ കമ്മിറ്റി വരുന്നു. ആ കസ്തൂരി രംഗൻ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി കേരള സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ഡോക്ടർ ഉമ്മൻ ബി ഉമ്മൻ കമ്മിറ്റി എന്ന് പറയുന്നത്. ഡോക്ടർ ഉമ്മൻ ബി ഉമ്മൻ കമ്മിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് പൂർവ്വഘട്ടത്തിലേക്ക് പോവാം. പൂർവ്വഘട്ടം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇവിടെ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരകളെ വിളിക്കുന്ന പേരാണ് പൂർവ്വഘട്ടം എന്ന് പറയുന്നത്. ബേ ഓഫ് ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരയാണ് പൂർവ്വഘട്ടം എന്ന് പറയുന്നത്. പശ്ചിമഘട്ടം തുടർച്ചയായിട്ടുള്ള പർവ്വത നിരകളായിരുന്നെങ്കിൽ പൂർവ്വഘട്ടം അങ്ങനെയല്ല, തുടർച്ചയായിട്ടുള്ള ഒരു പർവ്വത നിരയൊന്നുമല്ല ഏതെന്ന് പറയുന്നത് പൂർവ്വഘട്ടം എന്ന് പറയുന്നത്. പൂർവ്വഘട്ടത്തിലെ പ്രധാനപ്പെട്ട മലകളാണ് നല്ലമല, പളനി, നൽക്കൊണ്ട. നല്ലമല, പളനി, നൽക്കൊണ്ട മലനിരകൾ ഏത് പർവ്വത നിരയുടെ ഭാഗമാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർവ്വഘട്ടത്തിന്റെ ഭാഗമാണ്. എന്നാൽ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും ജോയിൻ ചെയ്യുന്നുണ്ട്, സംഗമിക്കുന്നുണ്ട്. അത് തമിഴ്നാട്ടിൽ വെച്ചാണ്, അത് നീലഗിരി കുന്നുകളിൽ വെച്ചാണ്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും ഒന്നുചേരുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നീലഗിരി കുന്നുകളിൽ വെച്ചാണ്. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആന്ധ്രാപ്രദേശിലെ ജിന്താഗഡയാണ്. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആന്ധ്രാപ്രദേശിലെ ജിന്താഗഡയാണ് എന്ന കാര്യം കൂടി ഓർത്തുവയ്ക്കണം. ഇനി മൂന്നാമത്തെ ഡിവിഷനാണ് വടക്ക് കിഴക്കൻ പീഠഭൂമി. നമ്മൾ പഠിച്ചത് എങ്ങനെയായിരുന്നു? നമ്മൾ പഠിച്ചത് ഉപദ്വീപീയ പീഠഭൂമിയെ നമുക്ക് മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം. മധ്യമേടുകള്, ഡെക്കാൻ പീഠഭൂമി, വടക്ക് കിഴക്കൻ പീഠഭൂമി. അതായത് മെയിൻ പീഠഭൂമി പ്രദേശത്ത് നിന്ന് കുറച്ച് അകലെ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികളാണ് വടക്ക് കിഴക്കൻ പീഠഭൂമികള്. വടക്ക് കിഴക്കൻ പീഠഭൂമികളില് 2 പീഠഭൂമികളാണ് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് മേഘാലയ പീഠഭൂമി അല്ലെങ്കിൽ ഷില്ലോങ് പീഠഭൂമി എന്ന് പറയും. ഒന്നാമത്തെ പീഠഭൂമിയാണ് മേഘാലയ പീഠഭൂമി അല്ലെങ്കിൽ ഷില്ലോങ് പീഠഭൂമി. രണ്ടാമത്തെ പീഠഭൂമിയാണ് കാർബി ഓങ്ലോങ് പീഠഭൂമിയുടെ മുഖ്യ പ്രദേശങ്ങളെല്ലാം തന്നെ ആസാം എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ്. അതായത് വടക്ക് കിഴക്കൻ പീഠഭൂമികൾ എന്ന് പറയുന്ന ജോഗ്രഫിക്കൽ ഡിവിഷന്റെ അകത്ത് വരുന്ന പ്രധാനപ്പെട്ട പീഠഭൂമികളാണ് മേഘാലയ പീഠഭൂമിയും കാർബി ഓങ്ലോങ് പീഠഭൂമിയും. കാർബി ഓങ്ലോങ് പീഠഭൂമിയുടെ മുഖ്യ പ്രദേശങ്ങളെല്ലാം തന്നെ അസം എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ്. മേഘാലയ പീഠഭൂമിയുടെ മറ്റൊരു പേരാണ് ഷില്ലോങ് പീഠഭൂമി എന്ന് പറയുന്നത്. ഇനിയും ഈ മേഘാലയ പീഠഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 കുന്നുകൾ നമുക്ക് പരിചിതമായിട്ടുള്ള 3 കുന്നുകളാണ് ഖാസി, ഗാരോ, ജയന്തിയ കുന്നുകൾ. അപ്പോൾ ഖാസി, ഗാരോ, ജയന്തിയ കുന്നുകൾ ഏത് സ്റ്റേറ്റിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മേഘാലയാണ്. ഏത് സ്റ്റേറ്റിലാണ്? മേഘാലയാണ്. അത് ഏത് പീഠഭൂമിയുടെ ഭാഗമാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മേഘാലയ പീഠഭൂമി അല്ലെങ്കിൽ ഷില്ലോങ് പീഠഭൂമിയാണ്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയെ നമുക്ക് മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം. മധ്യമേടുകള്, ഡെക്കാൻ പീഠഭൂമി, വടക്ക് കിഴക്ക് പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് വശത്തെ വിളിക്കുന്ന പേര് മധ്യമേടുകള്. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്ക് വശത്തെ വിളിക്കുന്ന പേര് ഡെക്കാൻ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് കിഴക്ക് വശത്തുള്ള പീഠഭൂമി പ്രദേശങ്ങളാണ് വടക്ക് കിഴക്കൻ പീഠഭൂമികള്.
വടക്ക് കിഴക്കൻ പീഠഭൂമികളുടെ ഭാഗമായി വരുന്നത് ഷില്ലോങ് പീഠഭൂമി അല്ലെങ്കിൽ മേഘാലയ പീഠഭൂമി, അസമിലെ കാർബി ഓങ്ലോങ് പീഠഭൂമി, അസമിലെ കാർബി ഓങ്ലോങ് പീഠഭൂമി.